നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, ട്രംപ് തോറ്റോടിയിരിക്കുന്നു. എന്തൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറുകൾക്കിടയിൽ പശ്ചിമേഷ്യയിൽ സംഭവിച്ചത്? എല്ലാം കൈവിട്ടു പോകുമെന്ന അവസ്ഥ. യുദ്ധം തുടങ്ങുമെന്ന ലോകം ഭയന്ന മണിക്കൂറുകൾ. ഈ നിർണായക ഘട്ടത്തിലാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായ ഒരു പ്രഖ്യാപനം വന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഏപ്രിൽ 28-ന് ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അതിന്റെ ലക്ഷ്യത്തിൽ എത്തിയിരിക്കുന്നു. ഈ സൈനിക നടപടി പൂർണ്ണമായും അവസാനിപ്പിച്ചതായി ഞങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇറാനുമായുള്ള നയതന്ത്രപരമായ ചർച്ചകളിൽ പുരോഗതിയുണ്ടായ സാഹചര്യത്തിൽ ഇനി അമേരിക്കൻ സൈന്യം നേരിട്ടുള്ള ആക്രമണങ്ങൾക്കോ സൈനിക നീക്കങ്ങൾക്കോ മുതിരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ട്രംപിന്റെ ഓപ്പറേഷൻ ഫ്രീഡം അത് നിങ്ങൾ കണ്ടു കാണും. ഒരു ദിവസത്തിനപ്പുറം ആയുസ് പോലും ഇല്ലാതായി. അവിടെയും തോറ്റോടേണ്ടി വന്നിരിക്കുന്നു ട്രംപിന്. ഇതൊരു ശുഭ സൂചന തന്നെയാണ്. സൈനിക ശക്തിയും അധികാരവും കൊണ്ട് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ലോക പോലീസിന് ലഭിച്ച അർഹമായ സമ്മാനം. പക്ഷേ ഇതിന് പിന്നാലെ തന്നെ വളരെ ഗൗരവമുള്ള മറ്റു ചില സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിമാനം കാണാതായി. കഴിഞ്ഞ ദിവസം UAE ആക്രമിക്കപ്പെട്ടു. എണ്ണവിലയിൽ വലിയ മാറ്റം സംഭവിച്ചു. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ശരിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ഒടുവിൽ മുട്ടുമടക്കിയോ അതോ ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കത്തിന് മുൻപുള്ള ശാന്തത മാത്രമാണോ നമ്മൾ ഈ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായ അമേരിക്കയും അവരുടെ ഭരണാധികാരി ഡൊണാൾഡ് ട്രംപും പശ്ചിമേഷ്യയിൽ എടുത്ത നിലപാടുകളിൽ വലിയൊരു പിന്മാറ്റം പ്രകടമാണ്. തുടർച്ചയായ ഭീഷണികൾക്കും വലിയ അവകാശവാദങ്ങൾക്കും ശേഷം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ അമേരിക്ക വിചാരിച്ചതുപോലെ പച്ച പിടിച്ചില്ല എന്ന് വേണം കരുതാൻ. ഇറാനെതിരെ വലിയൊരു സൈനിക നീക്കം നടത്താൻ ഒരുങ്ങിയ അമേരിക്ക ഒടുവിൽ വെടിനിർത്തലിലേക്ക് നീങ്ങുന്നു എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനർത്ഥം അവർക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടു എന്ന് തന്നെയല്ലേ? എന്നാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതിലും ഭീകരമാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ അഭിമാനമായ ബോയിങ് KC-135 എന്ന പറക്കും ഗ്യാസ് ടാങ്കർ വിമാനം കാണാതായ സംഭവം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അമേരിക്കയുടെ ആത്മവിശ്വാസം തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണ്ടേ വിലയിരുത്താൻ? പേർഷ്യൻ കടലിടുക്കിൽ വെച്ച അമേരിക്കയുടെ സൈനിക വിമാനം കാണാതായിരിക്കുന്നു എന്നത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? UAE-യിലെ അൽദഫറ വ്യോമതാവളത്തിൽ നിന്ന് പുറപ്പെട്ട അമേരിക്കയുടെ ഈ പറക്കും ഗ്യാസ് ടാങ്കർ ഖത്തറിന് മുകളിൽ വെച്ചാണ് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്. വിമാനം കാണാനാകുന്നതിന് തൊട്ടു മുൻപ് എൻജിൻ തകരാറോ മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളിലോ മാത്രം പുറപ്പെടുവിക്കുന്ന അപായ സൂചനയായ ട്രാൻസ്പോർട്ടർ സിഗ്നൽസ് വിമാനം അയച്ചിരുന്നുവെന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലാൻഡിങ്ങിന് തൊട്ടു മുൻപ് കുറച്ചു നേരം വട്ടമിട്ട് പറന്ന വിമാനം പെട്ടെന്ന് അപ്രത്യക്ഷമായത് അത് തകർന്നു വീണതാണോ അതോ ഇറാൻ നടപ്പിലാക്കിയ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്ക് ഇരയായതാണോ എന്ന വലിയൊരു സംശയം നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളും പെന്റഗണും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഔദ്യോഗികമായി ഒരു മറുപടി പോലും അവർക്ക് ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല എന്നത് അമേരിക്കൻ സൈനിക സംവിധാനത്തിന്റെ പരിമിതികളെയാണ് ശരിക്കും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ നട്ടെല്ലാണ്. അവിടെ വെച്ച് നടക്കുന്ന ഇത്തരം ഒരു സംഭവം വെറും ഒരു സാങ്കേതിക തകരാറ് ആണെന്ന് വിശ്വസിക്കാൻ പാടാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത്. അതേസമയം തന്നെ UAE-ക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണവും വെറും 2 ദിവസത്തിനുള്ളിൽ 2 തവണയാണ് UAE-യിലെ ഫുജൈറയിലെ എണ്ണശാലകൾ ലക്ഷ്യമാക്കി ആക്രമണങ്ങളും ഉണ്ടായത്. ഇതിൽ 3 ഇന്ത്യക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. UAE-ക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UAE ഭരണാധികാരിയെ നേരിട്ട് വിളിച്ചു എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളുമായി അത്ര വേഗത്തിലൊന്നും നേരിട്ട് സംസാരിക്കാറില്ലായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ അത് അനിവാര്യമാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. അമേരിക്കയുടെ പിടിപ്പുകേട് തിരിച്ചറിഞ്ഞ ഇസ്രയേൽ മേഖലയിലെ സുരക്ഷാ സഖ്യങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും ഇറാനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനുമുള്ള തന്ത്രം മെനയുന്നു എന്ന് വേണം ഇതിൽ നിന്നും കരുതാൻ. എന്നാൽ ഇത്തരം ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവർക്ക് അനുകൂലമായി തിരിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം ഏറെ നിർണായകമാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കം അവസാനിപ്പിച്ചതായി അദ്ദേഹം
അറിയിച്ചിരിക്കുന്നു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ട്രംപിന്റെയും അമേരിക്കയുടെയും ഈ പെട്ടെന്നുള്ള പിന്മാറ്റം എന്തുകൊണ്ടെന്ന് പരിശോധിക്കുമ്പോൾ അവരൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്ന് വേണം കരുതാൻ. എന്നാൽ അമേരിക്ക ഇങ്ങനെ പിൻവാങ്ങുമ്പോഴും ഇസ്രയേൽ തങ്ങളുടെ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ലബനനിൽ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളും ടാങ്കുകളും തകർത്തുകൊണ്ടിരിക്കുന്നത് ഹെസ്ബുള്ളയുടെ താവളങ്ങളെയാണ്. ഇതിന് പകരമായി വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ അയച്ച് ഹെസ്ബുള്ളയും തിരിച്ചടിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്ക യുദ്ധം വേണ്ടെന്ന് പറയുമ്പോഴും ഇസ്രയേലും ഇറാൻ അനുകൂല സേനകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തന്ത്രം പാളുന്നത്. സമാധാനം എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ യുദ്ധം പുകയുകയാണ്. ഈ വൈരുദ്ധ്യം തന്നെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ട്രംപ് ഓരോ മണിക്കൂറിലും നിലപാടുകൾ മാറ്റുന്നത് ഈ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. അമേരിക്കയുടെ ഈ പതർച്ചയുടെ ആഘാതം സാമ്പത്തിക മേഖലയിലും പ്രകടമാണ്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ എണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ 2.8% ഇടിഞ്ഞ് $106.7 WTI സൂചിക 3.3% കുറഞ്ഞ് $98.8 തിങ്കളാഴ്ച $114.4 വ്യാപാരം നടന്ന ക്രൂഡ് ഓയിലിൽ ഇത്രയും വലിയ ഇടിവ് ഉണ്ടായത് വിപണിയിൽ പെട്ടെന്നുണ്ടായ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ ഗുണഫലമാണ്. യുദ്ധം ഉണ്ടാകില്ല എന്ന തോന്നൽ നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഈ സമാധാനം എത്ര കാലം നിലനിൽക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ചൈനയും ഇറാനും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുന്നതും ചൈനീസ് വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ബെയ്ജിംഗ് ആവശ്യപ്പെട്ടതും കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഇറാനിയൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായ ചൈനയ്ക്ക് യുദ്ധം ഒട്ടും താല്പര്യമുണ്ടാകില്ലല്ലോ. മാത്രമല്ല ട്രംപ് ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം പരിഹരിക്കാൻ ചൈന വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഈ സംഭവങ്ങൾ എല്ലാം ചേർത്ത് വെക്കുമ്പോൾ അമേരിക്ക ഒരു വലിയ തന്ത്രപരമായ പിന്മാറ്റത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിന് മുന്നിൽ വലിയ പവറായി കാണിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളുകൊണ്ട് അമേരിക്ക വലിയ സമ്മർദ്ദത്തിലാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇറാനെ നേരിടാനുള്ള സൈനിക ശക്തി അവർക്കുണ്ടെങ്കിലും അത് ഉണ്ടാക്കാൻ പോകുന്ന ആഗോള പ്രത്യാഘാതങ്ങൾ ഭയന്ന ട്രംപ് പിൻവാങ്ങുകയാണ്. വിമാനം കാണാതായതും UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇസ്രയേലിന്റെ തനിച്ച് നീങ്ങലും എല്ലാം കാണിക്കുന്നത് അമേരിക്കയുടെ നിയന്ത്രണം പശ്ചിമേഷ്യയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇന്ത്യക്കാരായ ആളുകൾക്ക് പോലും അപകടം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനിയും ഇത് വഷളായാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ പിന്മാറ്റം വിജയമല്ല, മറിച്ച് ഒരു വലിയ തോൽവിയുടെ ലക്ഷണമാണ്. എങ്കിലും ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുന്നില്ല എന്നതാണ് വലിയ ഭീഷണിയായി ഉയരാൻ പോകുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സമാധാനം നിലനിൽക്കുമോ അതോ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പടരുമോ എന്നത് ലോകം വളരെ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ മൗനം വളരെ പ്രസക്തമാണ്. വിമാനം കാണാതായ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പോലും അവർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഏത് സൈനിക കരുത്തിനെ കുറിച്ചാണ് അവർ പ്രസംഗിക്കുന്നത്? ഇറാന്റെ ചാരശക്തിക്ക് മുൻപിൽ അമേരിക്ക പരാജയപ്പെട്ടോ എന്ന സംശയം പോലും ഉയർന്നു വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അത്രമാത്രം അപ്രതീക്ഷിതമായിരുന്നു ആ വിമാനത്തിന്റെ തിരോധാനം. ഇസ്രയേലിന്റെ ഇടപെടലുകൾ ആകട്ടെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കപ്പുറം സ്വന്തം അതിജീവനത്തിന് വേണ്ടി മാത്രമുള്ളതായി മാറുകയാണ്. ഈ മേഖലയിലെ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി പുതിയ വഴികൾ തേടാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയെ മാത്രം ആശ്രയിച്ചിരുന്ന കാലം അവസാനിച്ചു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിലെ വാർത്തകൾ ഈ മേഖലയുടെ ഭാവിയെ തീരുമാനിക്കുന്നതായിരിക്കും. അപ്പോഴും UAEയിലെ എണ്ണശാലകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യക്കാരുടെ അവസ്ഥയും കാണാതായ വിമാനത്തിലെ ജീവനക്കാരുടെ അവസ്ഥയും നമ്മൾ മറന്നു പോകരുത്. ഭരണകൂടങ്ങളുടെ വലിയ കളികൾക്കിടയിൽ പാവപ്പെട്ടവരാണ് പലപ്പോഴും ബലിയാടാകുന്നത്.
അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ഒടുവിൽ എവിടെ ചെന്നവസാനിക്കും എന്നത് ഇനിയും ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. എന്തായാലും സമാധാനം അകലെയാണെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.